എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നു. നമ്മൾ ഭരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്തൊരു സ്വാതന്ത്ര്യ സമരമാണ്. കാരണം അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി കൂടി നടത്തിയ, സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു. അല്ലേ? അതാണ് വ്യത്യസ്തമാകുന്നത്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹത്തെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൂടി നടത്തിയ സമരമാണ്. അല്ലെ, ഔട്ട്കാസ്റ്റ് എന്ന് വിവക്ഷിക്കപ്പെട്ടിരുന്ന, ജാതിയിൽ പോലും ഇല്ലാതിരുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, എല്ലാ മതവിശ്വാസികളെയും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയ പോരാട്ടമായിരുന്നു അത്. അതിൻ്റെ പ്രോഡക്റ്റാണ്, അതിൻ്റെ ഉൽപ്പന്നമാണ്, ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ വളരെ, എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഏതെങ്കിലും ഭരണഘടന തയ്യാറാക്കാൻ അത്രയും ആഴത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന്. പണ്ഡിറ്റ് നെഹ്റു ഒക്കെ പങ്കെടുത്തപ്പോഴുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എന്നതാണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംവരണം കൊടുക്കുന്നത്? എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ഇത് കൊടുക്കുന്നത്? അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മനോഹരമായ മറുപടിയുണ്ട്. സംവരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. പഠിക്കാൻ അവകാശമില്ലാതിരുന്ന, വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന, ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അവകാശമില്ലാതിരുന്ന കുറെ മനുഷ്യർ, അവരെ കൈപിടിച്ച്, സംവരണ ഔദാര്യമല്ല, അവരെ കൈപിടിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എന്ന് നമുക്ക് നിവർന്നു നിന്ന് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി, ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നു. നമ്മൾ ഭരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കും. പക്ഷെ ഒരു കാലം വന്നാലോ, ആ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയുടെ ചവിട്ടടിയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നൊരു കാലം വന്നാലോ, അങ്ങനെ ഒരു കാലം വന്നാലും അവർ സംരക്ഷിക്കപ്പെടണം. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടണം. അതിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശം കൊടുത്തത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും. ഒരു വിട്ടുവീഴ്ചയുമില്ല ആ പോരാട്ടത്തിൽ. ആരാണ് പിന്തള്ളപ്പെടുന്നത്? ആരാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത്? ആരുടെ നേരെയാണ് കൈവിരലുകൾ ചൂണ്ടപ്പെടുന്നത്? അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കുകയും അരക്ഷിതത്വ ബോധമുണ്ടാക്കാതെ അവരുടെ മനസ്സിൽ സുരക്ഷിതത്വ ബോധമുണ്ടാക്കാൻ ഉള്ള ചുമതല എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഭയം എന്ന് പറയുന്നത് ഭീരുക്കൾ, ഫാസിസ്റ്റുകൾക്കാണ്. അവരാണ് ഭീരുക്കൾ. എല്ലാ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ എല്ലാ ഫാസിസ്റ്റുകളും, എല്ലാ ഏകാധിപതികളും ഭീരുക്കളായിരുന്നു. ഞാൻ തമാശയായിട്ട് പറയും, നമ്മൾ സാധാരണ വീട്ടിൽ പോയി കിടക്കാൻ നേരത്ത് മുറി അടച്ചിട്ടുണ്ടോ, ജനലിൽ കൊളുത്തിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഏകാധിപതിയായ ഒരു ഭരണാധികാരി മുറിക്കകത്തേക്ക് കയറിയാൽ ആര് വാതിലിന് കൊളുത്തിട്ടുണ്ടെങ്കിലും തന്നെത്താൻ ഒന്നുകൂടി കൊളുത്തിടും. ജനാല ഒന്നും കൂടി പോയി കൊളുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് വന്ന് കട്ടിലുമേ ഇരിക്കും. അപ്പോഴൊരു സംശയം വരും, എല്ലാ ജനാലയും കൊളുത്തിട്ടുണ്ടോ. രണ്ടാമത് പോയി കൊളുത്ത് പരിശോധിക്കും. രാത്രി ഒരു മണി കഴിയുമ്പോൾ, അർദ്ധരാത്രി കഴിയുമ്പോൾ ഒന്നുകൂടി ഞെട്ടി ഉണരും. വീണ്ടും ടോർച്ചടിച്ചോ ലൈറ്റിട്ടോ ഒന്നുകൂടി നോക്കും. അവർ ഭീരുക്കളാണ്. അവരെല്ലാവരെയും ഭയപ്പെടുന്നവരാണ്. നമ്മളല്ല ഭീരുക്കൾ. ഫാസിസത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, എല്ലാ അവകാശങ്ങളും മനുഷ്യരുടെ സംരക്ഷിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നവർക്കെതിരായി നമ്മളാണ് ധീരന്മാരായിരിക്കേണ്ട ആളുകൾ. നമുക്കാണ് ധീരതയുള്ളത്. നമ്മളാണ് പോരാടുന്നത്.
ഭീരുക്കളോടാണ് നമ്മൾ പോരാടുന്നത് എന്നുള്ള ധൈര്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം, ആ മതേതര മൂല്യം, ആ ഭരണഘടനാ മൂല്യം നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് കേരളം മാതൃകയാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ രാജ്യത്തോട് മുഴുവൻ നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം, ഇത് മതേതര കേരളമാണ്. ഞങ്ങളുടെ ഇവിടെ ആളുകളെ തമ്മിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ആരും വരണ്ട.